ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമുക്കിന്നൊരു ക്യാരറ്റ് ചീസ് ദോശ തയ്യാറാക്കാൻ വേണ്ടി നോക്കാം. ഇപ്പം നമ്മൾ ദോശമാവെല്ലാം വൈകുന്നേരം ആകുമ്പോഴേക്ക് കുറച്ചൊക്കെ ബാക്കി കാണും. അപ്പോൾ ആ ബാക്കി വന്ന ദോശമാവ് കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ഈവനിങ്ങിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു ദോശ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഈ ദോശ എങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തട്ട് ഇപ്പം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു കയ്യിൽ ദോശമാവ് നമുക്കിതുപോലെ നല്ല നൈസാക്കിയിട്ട് തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ദോശ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് നമ്മളെ മസാല ദോശേൻ്റെ കൂട്ട് തന്നെയാണ്, സെയിം കൂട്ട് തന്നെയാണ് ഇതിനും യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതുപോലെയുള്ള ദോശ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. നല്ല നൈസായി തിന്നായി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് നമുക്ക് തൂവി കൊടുക്കാം. നമുക്ക് നെയ്യിൽ ഇതുപോലെ എല്ലായിടത്തും എത്തുന്നത് പോലെ നല്ലോണം നമുക്ക് തൂവി കൊടുക്കാം. ഈ തൂവിക്കൊടുത്ത ശേഷം ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഒരു ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ നമുക്കൊന്ന് വിതറി കൊടുക്കാം. അപ്പൊ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ക്യാരറ്റെല്ലാം വിതറി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഒരു ചെറിയ പീസ് ചീസും ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെറിയ പീസ് ചീസും കൂടി ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ചീസും കൂടി ഞാൻ ഇതിന്റെ മുകളിലേക്ക് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അടിവശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നവരെ, അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിവശമെല്ലാം വേവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ അടിവശമെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. അപ്പം മുകൾ ഭാഗം ഇച്ചിരി ഒരു കരിഞ്ഞ പോലെയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് ഒന്ന് പച്ചച്ചവ മാറി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പൊ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ട അടിവശമെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. ക്യാരറ്റിന്റെ ഒരു പച്ച രുചി മാറാൻ വേണ്ടി മാത്രമാണ് ഇതൊന്ന് മറിച്ചിട്ടിട്ടുള്ളത്. ഒരു മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ 1 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം തിരിച്ചിട്ട് കൊടുക്കുന്നത് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്കിതുപോലെ ഒന്ന് മസാല ദോശ റോൾ ചെയ്യുന്ന മാതിരി ഒന്ന് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ചീസ് ദോശ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇതൊന്ന് തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം വൈകുന്നേരം കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് ദോശയാണിത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക.